ഇന്നത്തെ കാർത്തിക ദീപം എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കണ്ണേട്ടൻ്റെ അമ്മ പുറത്ത് പോയി വരുന്ന സമയത്ത് എന്തോ ഒരു പൊതി ഉണ്ടാവും. അത് കണ്ടിട്ട് സുധ ചോദിക്കും, അല്ല ഇതെന്താ? അത് 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 എൻ്റെ കണ്ണൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാ. എന്ത് മനസ്സിലായില്ല? അത് കുറച്ച് ഭക്ഷണമാണ്. അപ്പം കണ്ണൻ്റെ സുഹൃത്ത് എന്നെ കണ്ട സമയത്ത് കണ്ണൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം തന്നു, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ. ശരി, എന്നാ ഒന്ന് നോക്കട്ടെ ഏതാ കട എന്നൊക്കെ ഒന്ന്. അല്ല, എവിടെയുള്ള കടയാ മനസ്സിലായില്ല? അത് അത് നിനക്കറിയില്ല, കണ്ണൻ്റെ സുഹൃത്ത് തന്നതാ. ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എങ്ങനെയൊക്കെയോ ഒന്ന് ഒഴിവായി വരാൻ വേണ്ടി നോക്കുമ്പം ഒന്ന് നിന്നെ. പിന്നെ വെറുതെ കള്ളത്തരം പറയാൻ നിൽക്കണ്ട, എനിക്കറിയാം നിങ്ങൾ എവിടുന്നാ വാങ്ങിക്കൊണ്ടുവരുന്നതെന്ന്. ഉളുപ്പില്ലാതെ അവിടെ പോയിട്ട് വാങ്ങി വന്നിരിക്കുന്നു. നാക്കെടുത്ത കള്ളത്തരേ പറയുള്ളൂ. നിങ്ങളിത് പവിത്രൻ്റെ കടയിൽ നിന്നല്ലേ വാങ്ങിയത്? എന്നിട്ട് വേറെ കണ്ണൻ്റെ പേര് പറഞ്ഞിട്ട് കണ്ണൻ്റെ സുഹൃത്ത് കൊണ്ടുവന്നു. അത് ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. അത് അവരുടെ കടേൻ്റെ അടുത്തൂടെ പോയ സമയത്ത് എന്നോട് നല്ലോണം പറഞ്ഞതാ. അവിടെ പോയിട്ട് ഭക്ഷണം അവർ പൊതിഞ്ഞതാ, അതുകൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. ഭക്ഷണമല്ലേ, വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരെന്നെ ആട്ടിപ്പയപ്പിച്ചിട്ടും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉളുപ്പില്ലാതെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ അവരെ നിങ്ങൾ. എന്നിട്ട് അവിടെ പോയിട്ട് ഭക്ഷണവും വാങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ല തള്ളേ. സുധ എന്നിട്ട് ആ പൊതി വാങ്ങിയിട്ട് പറയും, ഹോ, ഈ ഭക്ഷണം അത് ഇവിടെയുള്ള ആരും കഴിക്കണ്ട, നിങ്ങളും കഴിക്കണ്ട. അങ്ങനെ പറയണ്ട, അവർ നല്ല പോലെ തന്നതല്ലേ, കുറച്ച് ഭക്ഷണമല്ലേ. പിന്നെ ആ ഭക്ഷണം നമ്മളിപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ പണി കുറയുകയും ചെയ്യുമല്ലോ. ഓ അങ്ങനെ, അതുകൊണ്ടാണ് നിങ്ങൾ പോയിട്ട് അവിടുന്ന് ഭക്ഷണം വാങ്ങി വന്നത്. ഹോ, എന്താ സ്നേഹം മൂത്ത മരുമകളോട്, ഇത്രയും കാലമില്ലാത്തൊരു സ്നേഹം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം വാങ്ങുമോ, തിന്നുമോ, അവിടെ പണിയെടുത്തിട്ട് ഭക്ഷണം എന്ത് വേണേലും ചെയ്തോ. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ആരും കഴിക്കുന്നില്ല, നിങ്ങളതിങ്ങ് താന്നും പറഞ്ഞിട്ട് സുധ അത് പിടിച്ചു വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പറയും, സുധേ, അതൊരു തവണ ഭക്ഷണം കഴിച്ചെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നല്ല ഭക്ഷണമല്ലേ. ഇതിപ്പോൾ തൽക്കാലം നമ്മളല്ല തിന്നുന്നത്, തെങ്ങിന് വളമായിട്ടിടാന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കരുണ ഇങ്ങനെ പറയും, ഇതാ ചേച്ചി, ഞാൻ ഇതുവരെ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും സംസാരിച്ചില്ല. സുധേനെ വെറുതെ പിണക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവളുടെ ഇടീൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൂമ്പിനിട്ടാ ഇടിക്കുക, അതുപോലെ ഇടി വാങ്ങി കൂട്ടണ്ട. നിനക്ക് നാണമില്ലേ കരുണ? വെറുതെ ഓരോന്ന് സംസാരിച്ച് നിൽക്കാതെ നീ ഒരാണാണോ? ഓ, ഇനിയിപ്പം എന്നെ ആണാണോ എന്ന് പരിശോധിച്ചോ. നിങ്ങളെ മോനൊരാണാണോ? കഞ്ചാവ് കേസിൽ പ്രതിയായിട്ട് എവിടെയാ ഉള്ളത്? ജയിലില്ല, അക്കാര്യം മറക്കണ്ട. ദേ, ആ ജയിലിൽ പറഞ്ഞു വെച്ചത് നീയല്ലേ അവൻ്റെ കടയിൽ പോയിട്ട് കഞ്ചാവ് വെച്ചത്? അതെ, ഞാൻ തന്നെയാ. അത് കേട്ടിട്ട് പെട്ടെന്ന് അമ്മ ഞെട്ടു. എന്നാലും കരുണ, നീ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എന്നേക്കാൾ മേലെ പറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ ആരായി കഴിഞ്ഞാലും ഇത് തന്നെ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഇത്. അതുകൊണ്ട് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ ചിറകങ്ങ് കരിച്ചു കളയും. അത് എനിക്ക് എൻ്റെ ഒരു പോളിസിയാണ്. തൽക്കാലം ഇവിടെ ഇതൊക്കെ കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും മോനും ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ എവിടേക്ക് ഇറങ്ങേണ്ടതെന്ന് വെച്ച് ഇറങ്ങാം എന്ന് പറയും കരുണ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കണ്ണേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിയുടെ അമ്മ പോവും, കണ്ണേട്ടൻ്റെ അമ്മ തന്നെ പോവും. എന്നിട്ട് കണ്ണേട്ടൻ ചോദിക്കും, ഇതാരാ ഇത്, ഇന്നും വന്നോ ഇങ്ങോട്ടേക്ക് തന്നെ? അല്ല, ഇതെന്ത് പറ്റി എന്നെ കാണാൻ ഇപ്പം ദിവസവും വരുന്നത്? അല്ല മോനെ, എനിക്കൊരു തെറ്റ് പറ്റി, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ തെറ്റ് പറ്റിയെന്ന്. എന്താണാവോ പറ്റിയ തെറ്റ്? അത് ഞാൻ പോയിട്ട് നമ്മുടെ പവിത്രേൻ്റെ കടയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ പാർസലായി കൊണ്ടുവരുന്നിരുന്നു. എന്നിട്ട് സുധി അതൊന്നും കഴിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നല്ല, അത് തുറന്നു പോലും നോക്കാതെ അവരത് കൊണ്ടുപോയിട്ട് തെങ്ങിന് വളമാക്കാമെന്നും പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു. അതങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇത്രയും കാലം ദ്രോഹിച്ച ആൾക്കാർ വീണ്ടും വന്നിട്ട് ഭക്ഷണം കഴിച്ചോന്നും പറഞ്ഞ് നിൽക്കൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ് ചെയ്യുക. അല്ല മോനെ, എനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ട്. ഓ, ഇപ്പോഴാണോ തോന്നുന്നത്? നന്നായി. എന്നിട്ടേ ഇത്രയും കാലം നിങ്ങൾ ചെയ്തതിനൊക്കെ പ്രായശ്ചിത്തമായിട്ടേ നിങ്ങൾക്കും ഇനി ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കാനേ ഉള്ളൂ. അതാണിപ്പം ഉണ്ണീൻ്റെ അടുത്ത് നിന്ന് അനുഭവിക്കുന്നത്. പക്ഷേ ഇപ്പം കരുണനെയും വിജിതനെക്കാട്ടും ഒക്കെ എന്നോടൊന്നും പറയണ്ട. നിങ്ങളോട് അമ്മേ ഞാൻ ഒരു തവണയല്ല പലതവണ പറഞ്ഞു തന്നതാ കരുണൻ്റെയും വിജിതേൻ്റെയും ഒക്കെ സ്വഭാവം. എന്നിട്ട് കേട്ടോ, മനസ്സിലാക്കിയോ? അന്നൊന്നും മനസ്സിലാക്കാതെ അവരുടെ കൂടെ നിന്നതല്ലേ. എന്നിട്ട് ഇപ്പം കിടന്ന് അനുഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ കരുണനെയും വിജിതനെക്കാട്ടും ഒക്കെ പേടിയായിട്ട് തോന്നുന്നത് ഉണ്ണീൻ്റെ കാര്യമാണ്. അതങ്ങനെയല്ലേ വരൂ. അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ അവനെ എന്നോ തള്ളിക്കളഞ്ഞതാ. എന്നാലും മോനെ, എനിക്കെന്തോ ഒരു നീ എന്നാ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് ജയിലിൽ നിന്ന്? ഇനിയിപ്പം എന്നെ നോക്കി നിൽക്കണ്ട, ഞങ്ങളിന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കണം. ഇനിയിപ്പം കാർത്തും പവിത്രയും അവിടുന്ന് ഭക്ഷണം തന്നു എന്ന് വിചാരിച്ചിട്ട് ഇനി മതിലൊക്കെ തന്നെയും പ്രശ്നം ഉണ്ടായിട്ട് അവരുടെ അടുത്ത് പോയി താമസിക്കാമെന്ന് കരുതണ്ട. അവിടെ കയറ്റേയില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല.
അവിടെ പോയിട്ട് അവരിപ്പം നല്ലപോലെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അത് നശിപ്പിക്കരുത്. അല്ല മോനെ, മോൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. അയ്യോ, ഉപദ്രവിക്കാൻ വരരുത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് മനസ്സിലായി. ഇനി പണ്ടത്തെ അമ്മയല്ല എന്ന് പറഞ്ഞ് കുറേ കരയും. കണ്ണേട്ടന് നല്ല സങ്കടമായിട്ടുണ്ടാവും, കാരണം സ്വന്തം അമ്മയാണല്ലോ. അങ്ങനെ അരുൺ സാറാണെങ്കിൽ സ്വന്തം വീട്ടിലെത്തിയിട്ട് ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. കാരണം കല്യാണം ഉറപ്പിച്ചു, ആരാ വധു എന്നൊക്കെ അറിഞ്ഞു. ആ നെട്ടി നിൽക്കുന്ന ഷോക്കിലായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് കാർത്തൂനാണെങ്കിൽ വിളിക്കാനും തോന്നുന്നില്ല, എന്താ പറയുക അവളോട് എന്നുള്ള രീതിയായിരിക്കും. പക്ഷെ കാർത്തു ആണെങ്കിൽ ഇതേ സമയം തന്നെ അവിടെ കാർത്തൂൻ്റെ വീട്ടിലിരുന്നിട്ട് അരുൺ സാർ എന്താ വിളിക്കാത്ത, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് വിളിക്കൂല എന്നൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, എന്താ സാറ് വിളിക്കാത്ത, അങ്ങോട്ട് വിളിക്കുന്നതും തെറ്റാ, ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും അരുൺ സാറ് വിളിക്കുക. വേഗം ഫോൺ എടുത്തിട്ട് പറയും, ആ സാറ് വിളിക്കുന്നതും കാത്തിരിക്കായിരുന്നു, എന്തായി പെണ്ണ് കാണാൻ പോയിട്ട്, എന്തെങ്കിലും അതൊക്കെ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. ഇപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന ലക്ഷണം. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. ആ അല്ല, പെണ്ണ് കണ്ട് കല്യാണം ഉറപ്പിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം. ആ ശരി. അല്ല, എപ്പോഴാണ് വരുന്നത്? കഴിയുന്നത് നേരത്തെ തന്നെ ഞാനിങ്ങ് വരും. ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമില്ല. എനിക്ക് എന്താ ഒരു കാര്യമുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കണം. കാരണം കൈവിട്ട് പോവാതിരിക്കണം എനിക്ക് നിന്നെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരെയും അറിയിക്കേണ്ട അവസ്ഥയാണ്. നീ ഒരിക്കലും എന്നെ കൈവിട്ട് പോവില്ല, നിനക്ക് ഒരിക്കലും ധൈര്യം കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തന്നാൽ മതി. അത് സാറിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സാറ് പറയുന്ന പോലെ ഞാൻ നിന്നോണം. ആ അത് മതി, എന്തായാലും താൻ വെച്ചോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും മഞ്ജിമ വെള്ളം എടുത്തിട്ട് റൂമിലേക്ക് പോകുന്നത്. അപ്പം അരുണിൻ്റെ റൂമിൽ നിന്ന് എന്തോ ഒരു സംസാരം കേട്ടിട്ട് കുറേ കാതോർക്കും. ഒന്നും കേട്ടിട്ട് മനസ്സിലായില്ല. എന്നിട്ടോ വേഗം തന്നെ അനന്തേട്ടൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ വേണ്ടി പോകും. അനന്തേട്ടനാണ് അവിടെ നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. മഞ്ജിമ വരുന്ന കണ്ടിട്ട് ഫോൺ വേഗം നിലത്ത് വെച്ചിട്ട് ചോദിക്കും, ആ നീ എവിടെ പോയിട്ട് വരിക? ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോയതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അരുൺ ആരുമായിട്ട് ബന്ധമുണ്ടെന്ന്. അവൻ ഇപ്പോഴും ആരോടോ സംസാരിക്കുക. അത് വേറെ ഏതോ ഫ്രണ്ട്സിനോടായിരിക്കും. ഓ, നിങ്ങളെപ്പോഴും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരുന്നോ? എടോ, നീ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ പോകുന്നത്? അതല്ലേ പ്രശ്നം. ആ ഞാൻ ഇടപെട്ടില്ലെങ്കിലേ നിങ്ങളെ പണ്ട് മുതലേ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ അവനെൻ്റെ അനിയനാ. അതുകൊണ്ട് ഞാൻ അവനെ ശ്രദ്ധിക്കും. നിങ്ങൾ പണ്ട് കുറേ കളിച്ച് നടന്നതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ 2 ആഴ്ച ഞാൻ ഫോൺ വാങ്ങി വെച്ചതിന് ശേഷമാണല്ലേ നന്നായത്. ഓ, അതുകൊണ്ട് ഇപ്പം എന്ത് ഗുണം ഉണ്ടായത്? കുറേ നല്ല നല്ല സുഹൃത്തുക്കളെ നഷ്ടമായി. അതെ, അത്ര സുഹൃത്തുക്കളൊന്നും വേണ്ട, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി. പിന്നെ ഞാനുണ്ടല്ലേ എൻ്റെ മോളെ, ഞാൻ നിന്നോട് എന്താ നീ പറയാ? പിന്നെ അവൾക്ക് എന്നാലും എൻ്റെ മോൻ എന്താ അവന് ഇത്രയ്ക്ക് താല്പര്യമില്ലാത്തത്? എന്താ എൻ്റെ മാളൂന് ഇത്ര കുഴപ്പം? അല്ല, അത് പിന്നെ അവന് ഇനി ഇൻട്രസ്റ്റ് കാണിക്കാത്തതിനും എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. നമ്മളെ കുടുംബത്തിലേക്ക് 2 ആളും ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത് എനിക്കും എന്തോ പോലെ. വേണ്ടാത്തതോരോന്ന് പറഞ്ഞാലേ എൻ്റെ മാളിന് എന്താ പ്രശ്നം? അതല്ലടോ, നമുക്കും കുട്ടികളില്ല. നീ ആണെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റായി, അതിന് വെച്ചിട്ട് എനിക്ക് പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ട് അവൾക്കും പ്രശ്നമുണ്ടെന്നാണോ? പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഓവർ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് അല്ലല്ലോ അവൻ ആഗ്രഹിക്കുന്നത്. ഒരു നാടൻ പെൺകുട്ടി. എന്തായാലും അവന് എൻ്റെ മാളൂനെ വേണ്ടാന്ന് പറയാൻ കാരണം ആ പെൺകുട്ടിയാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ അനന്തേട്ടാ നമുക്ക് 2 കൂടെ പോയി ഫോൺ എടുക്കണം. ആ ശരി, നീ ഇപ്പം കിടന്നുറങ്ങുമെന്നും പറഞ്ഞിട്ട് അവർ 2 കിടന്നുറങ്ങും. പക്ഷേ നമ്മുടെ രാവിലെ തന്നെ അരുൺ സാർ കുളിക്കാൻ പോകുന്ന സമയം രാവിലെ തന്നെ എഴുന്നേറ്റ് അനന്തേട്ടൻ പോയിട്ട് അരുൺ കുളിക്കാൻ കയറിയതും ഓടിപ്പോയി ഫോണെടുത്ത് താഴോട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയും, അല്ലടി ഇതിന് ലോക്ക് ഉണ്ടല്ലോ, എന്താ ഇപ്പം ചെയ്യുക? ആ, ലോക്ക് ഒഴിവാനാക്കാനല്ലേ, അത് ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ ആലോചിക്കും. കാർത്തികേയൻ അങ്ങനെ എന്തോ അല്ലേ അവൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം. അപ്പം കാർത്തു ഒന്ന് അടിച്ച് നോക്കിയേ. അങ്ങനെ ടൈപ്പ് ചെയ്തതും പാസ്വേഡ് കിട്ടി, അൺലോക്കാവും. ആ എടി അൺലോക്കായി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൾ തന്നെ അവൻ്റെ മനസ്സിലുള്ളത്. അടിച്ചത് വരെ ഇനി സ്നേഹിച്ച് നടക്കുന്നു. ഇവന് നാണമില്ലേ? എന്നിട്ട് വേഗം ഫോൺ വാങ്ങിയിട്ട് കുറേ ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്ത് ഫുള്ള് കാർത്തു വായിക്കും. അവളെ ഫോട്ടോ കണ്ടിട്ട് അവളിങ്ങനെ ഞെട്ടി നിൽക്കും നമ്മുടെ മഞ്ജിമ. എന്നിട്ട് പറയും, നോക്ക്, അവൻ്റെ ഫോണിൽ നിറച്ചവളുടെ ഫോട്ടോസാണ്. എന്നാലും ഇവളെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? എന്ത് ഭംഗിയാണുള്ളത്, എൻ്റെ മാളു എന്ത് ലുക്കാ, അതിനനുസരിച്ചാണോ ഈ പെൺകുട്ടി? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. വേണ്ട, ഞാനിത് ഇന്ന് പോയിട്ട് തന്നെ അമ്മേനെ അറിയിക്കാം. വേണ്ട, നമ്മുടെ അമ്മേനെ ഒന്ന് പറഞ്ഞാലോ? ഇവിടുത്തെ അമ്മേനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിനേക്കാട്ടും നല്ലത് എൻ്റെ അമ്മേനോട് പറയുന്നതാ. ഫോൺ കൊണ്ടൊക്കെ അവനിപ്പോൾ വരും, പിന്നെ സംശയമേ. അതിന് മുന്നേ വേഗം ഒന്ന് എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ച് അവരുടെ ഫോട്ടോ. ബാക്കി ഇത്രയും കാലം തെളിവില്ലായിട്ടാണല്ലോ അവന് ഒഴിഞ്ഞു മാറി നടന്നത്. ഇന്നിപ്പോൾ തെളിവ് കിട്ടി, ഞാൻ കാണിക്കുന്നുണ്ട് അവന്. ഫോൺ വേഗം നീ സെൻഡ് ചെയ്തോ, എന്നിട്ട് ആ സെൻഡ് ചെയ്ത് ഡിലീറ്റ് ആക്കണേ, അല്ലെങ്കിൽ അവന്
കണ്ടുപിടിക്കും നമ്മളുടെ അടുത്ത് അറിഞ്ഞ വിവരം. എന്തായാലും വേഗം കൊണ്ടുവച്ചാം. ഇനി നമ്മളൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലങ്ങ് നിൽക്കാം. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്